2 കരിക്കും കൊണ്ട് യാത്ര തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ദൂരത്ത് കണ്ടില്ല, എൻ്റെ ഈ ഭാഗത്തും ഒരൊറ്റ മനുഷ്യൻ പോലും ഇല്ല. എല്ലാം ഉണങ്ങി കരിഞ്ഞ് കിടക്കുന്ന കുറേ വൃക്ഷലതാദികൾ മാത്രം. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ കഥയുണ്ട്. ഞാൻ ഇത്രയും മൈലുകൾ താണ്ടി കന്നഡ അല്ലെങ്കിൽ കർണാടകയുടെ ഏതോ കുഗ്രാമത്തിലാണ് നിൽക്കുന്നത്. ഒരു മിനിറ്റ്, നായ്പ മാറട്ടെ. അത്രയും കിതച്ചെന്നാണ് വരുന്നതെന്ന്. ഇത്രയും കഷ്ടപ്പെട്ട ഓരോ പ്രോഗ്രാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്, ഓരോ വിശ്വാസങ്ങളല്ലേ. ശരിക്കും പറഞ്ഞാൽ ഉൾഗ്രാമത്തിലായി ഇത്തരത്തിലുള്ള നമ്മൾ ഞെട്ടിപ്പോകുന്ന വിശ്വാസമുള്ളത്. റോഡ് സൈഡിലോ അല്ലെങ്കിൽ ടൗണിലോ ഒന്നുമല്ല, ഒരുപാട് ഉൾഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരുപാട് വിശ്വാസങ്ങൾ കാണാൻ പറ്റും. ഞാൻ കഥയിലേക്ക് വരാം. അപ്പം നമ്മുടെ ഇതെന്തിനാണ് കൊണ്ടുവന്നത് ഞാൻ പറയാം. നമ്മുടെ സുഭദ്ര ചേച്ചിയും ശിവാണനും ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്, മക്കളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മക്കളെല്ലാം കൂടി ഇവരെ ഉപേക്ഷിച്ച് അവരുടെ സ്വന്തം സുഖം തേടിപ്പോയി. അപ്പോൾ നമ്മുടെ സുഭദ്ര ചേച്ചിയും ശിവാണനും ഭയങ്കര കഷ്ടത്തിലായി, ഒരു മാർഗ്ഗമില്ല ജീവിക്കാൻ. അങ്ങനെ സുഭദ്ര ചേച്ചി ഒരു രഹസ്യം നമ്മുടെ ശിവാണൻ്റെ ചെവിയിലോട്ട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ഒരു മാർഗ്ഗമുണ്ട്, ആണെങ്കിൽ പേടിക്കാതെ ഞാനില്ല ഇരിക്കുന്നേ എന്ന് നമ്മുടെ സുഭദ്ര ചേച്ചി ശിവാണൊരു ക്ലാസ് എടുത്തു കൂട്ടി. ശിവാണൻ്റെ കണ്ണുകൾ വികസിച്ച്, കൊള്ളാലടി നീ ആൾ കൊള്ളാലോ എന്ന് പറഞ്ഞ് ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു പരിസമാപ്തിയാണ് എൻ്റെ കയ്യിരിക്കുന്നത്. ഈ കരിക്കിൻ്റെ തേങ്ങകൾ കണ്ടോ, ഇതൊക്കെ അതിൻ്റെ ബാക്കി പത്രങ്ങളാണ് ഇരിക്കുന്നത് കണ്ടോ. ഞാൻ ഒരു കരിക്കിൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ഇതെല്ലാം തേങ്ങകളാണ് കേട്ടോ, ലക്ഷക്കണക്കിന് തേങ്ങകളാണ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. ഈ തേങ്ങകളുടെ ആവശ്യം എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. എന്തായാലും കണ്ടോ, ഇതെല്ലാം കരിക്കുകളാണ്. ഇതിൻ്റെയൊക്കെ ഉപയോഗം കഴിഞ്ഞിട്ട് ശിവാനന്ദും സുധര ചേച്ചി വലിച്ചെറിഞ്ഞ കരിക്കുകളുടെ ഒരു വൻ ശേഖരമാണ് നിങ്ങൾ കാണുന്നത്. അങ്ങോട്ട് കിടക്കണം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ. ഈ ക്ഷേത്രം തുടങ്ങിയ ശേഷം കരിക്കുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഞാൻ ഈ കരിക്ക് കൊണ്ടുവന്നു. എന്താണെന്ന് വെച്ചാൽ കഥയിലേക്ക് വരാം. ഈ കരിക്ക് പൊട്ടിച്ച് ഇതിനകത്തുള്ള വെള്ളം കൊണ്ടാണ് ഈ ക്ഷേത്രത്തിലെ വിളക്കുകളെല്ലാം പ്രകാശിപ്പിക്കുന്നത്. മനസ്സിലായോ? വ്യക്തമായില്ല. നമ്മൾ സാധാരണ വിളക്ക് തെളിയിക്കാൻ എന്ത് ചെയ്യും? എണ്ണ ഒഴിക്കും അല്ലേ? അതാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എണ്ണ വേണ്ട. ഈ കരിക്കിനകത്തുള്ള കരിക്കിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ ദീപങ്ങളെല്ലാം പ്രകാശിപ്പിക്കുന്നത്. അങ്ങനൊരു നമ്പറാണ്, അങ്ങനൊരു സംഭവമാണ് ഇവർ കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പം എന്നോട് പ്രത്യേകം പറഞ്ഞു, മക്കളെ വരുവാണെങ്കിൽ കരിക്ക് കൊണ്ടുവരണം, എന്നാലേ നമുക്ക് കളി അടക്കത്തുള്ളൂ എന്ന് സുഭദ്ര ചേച്ചി പറഞ്ഞു. അങ്ങനെ സുഭദ്ര ചേച്ചി ശിവാണനോട് എന്നെ പ്രതീക്ഷിച്ച് അവിടെ ഇരിക്കുവാണ്. ഇനി നമുക്ക് നോക്കാം ഈ കരിക്കിലെ വെള്ളം ഉപയോഗിച്ച് ദീപങ്ങൾ കത്തുമോ അതോ ചീറ്റി പോകുമോ ഒന്നും അറിയത്തില്ല. രണ്ടും കൽപ്പിച്ച് നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, അതുകൊണ്ട് ഇവരൊക്കെ അവരുടെ ഭക്തന്മാരാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ചെരുപ്പൊക്കെ ഊരി വിശ്വാസപൂർവ്വം അണ്ണാ ഇങ്ങ ശേ ഓയ്, ഇതാണ് ഇവിടുത്തെ കാരണവർ. ഈ പുള്ളിയാണ് സാധാരണ കരിക്ക് വെട്ടി ഇങ്ങ വാ ഉകാറ്. ഇതാണ് ഈ അപ്പൂപ്പൻ ഇവിടെ പഴയ ഓൾഡ് സാധനമാണ്. അപ്പോൾ പുള്ളിയുടെ കത്തുകളൊക്കെ ഇരിക്കുന്നുണ്ടോ, ഈ കത്തുകൾ വെച്ച് വെട്ടിയിട്ടാണ് ഇതുകൊണ്ട് അങ്ങോട്ടേക്ക് കയറ്റുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറയാം. ഈ നല്ല കന്നഡയോ മലയാളം തെരിയുമോ? മലയാളം ഇല്ല. തമിഴ് തെരിയുമോ? ഒന്നും തരും, ഒള്ളി കന്നഡ അല്ലേ? എത്ര വയസ്സാச்சு? എത്ര ഏജ്? 80 വയസ്സ് പുറത്തുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ പണി ഇതാണ്. ഇത് വെച്ച് വരുന്ന ഇത് വെട്ടുന്നു, ഇതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് ഒഴിക്കുന്നു. അതാണ് സംഭവം. മനസ്സിലായല്ലോ? അപ്പം ഞാനിവിടെ വെച്ചേക്കാം. നിങ്ങൾക്ക് വെയിറ്റ് അണ്ണാ, വെയിറ്റ്. ശിവാണ്ണ ഇങ്ങ വാ. ഇതാണ് ശിവാണ്ണൻ. സുഭദ്ര ചേച്ചി ഇങ്ങ വിളി. സുഭദ്ര ചേച്ചി ഇങ്ങ വാ. ഇതൊരു വാക്കോ പറഞ്ഞു, തമിട്ടിക്കാരനോ മനസ്സിലായില്ല. ഇങ്ങ വാങ്ങ സുഭദ്ര ചേച്ചി ഇങ്ങ വാ. അപ്പം ഇതാണ് സുഭദ്ര ചേച്ചിയും ശിവാണനും കൂടെ. അപ്പോൾ ഇവർ തമ്മിലാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ് ഈ ഒരു വലിയ ഐതിഹ്യം ഇവിടെ അടിച്ചിറക്കിയേക്കുന്നത്. അതിനുശേഷം ഒരുപാട് ആൾക്കാർ ഈ അത്ഭുതം കാണാൻ വേണ്ടി വരും. അപ്പം നമുക്ക് ചോദിക്കുന്നത്, എന്താ ഈ ക്ഷേത്രത്തിൽ യാറ് പിന്നെ സ്വാമി യാറ്? നൂറന്ത് സ്വാമിയോ? അതെന്തൊരു സ്വാമി? നൂറന്ത് സ്വാമി എന്ന് പറഞ്ഞാൽ നൂറ് ഉടമ്പുക്കുള്ളിൽ 100 സ്വാമി വരുവോ? വരും അല്ലേ? അപ്പൊ ഒരുപാട് വില്ലേജിൽ നിന്നൊക്കെ ആൾക്കാർ സ്വാമിയെ പാക്കാൻ വരുവോ? വരും. ഇത് ഉങ്ങളുടെ ബുദ്ധിയാണോ? ഉങ്ങളുടെ ബുദ്ധിയാണ് കേട്ടോ, അമ്മയുടെ ബുദ്ധി തന്നെയാണ്. നമ്മളെ പെരിയ അമ്മ, നല്ല ബ്രെയിനുള്ള അമ്മ. ചിരിയുണ്ടോ? കള്ളി ചിരിയുണ്ടോ? അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ബുദ്ധിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല ഗംഭീര സംഭവമാണ്. സുഭദ്രാമ്മയും ശിവാണ് നീണാൾ വാഴട്ടെ. അപ്പം നമുക്ക് ഈ കരിക്ക് വെട്ടിയിട്ട് ഈ കരിക്ക് കട്ടിയിട്ടെ. അപ്പം നമുക്ക് ഈ കരിക്ക് അങ്ങനെ അങ്ങോട്ട് അങ്ങനെ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ഇത് കട്ടിയിട്ട് ഈ വെള്ളം വേണം അങ്ങോട്ടേക്ക് ഒഴിക്കാൻ. കണ്ടോ നിങ്ങൾ അകത്ത് കാണും ആ ദീപങ്ങളെല്ലാം പ്രവേശിച്ചിരിക്കുന്നത് ഫുള്ള് പിന്നെ ഈ കരിക്കിൻ്റെ വെള്ളം കൊണ്ടാണ്. അവിടെ എണ്ണ ഉപയോഗിക്കുന്നതിൽ വേറെ മായോ ഇല്ല മന്ത്രമോ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അറിയത്തില്ല കേട്ടോ. ഇതെല്ലാം ഇവരുടെ ഒരു ഭാവനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സംഭവമാണ്. നമുക്ക് എന്തായാലും കട്ട് ചെയ്യാം. കട്ട് പോട്ട് സ്വാമി 80 വയസ്സുള്ള അപ്പൂപ്പാ കട്ട് പോട്. ഇതിൻ്റെ ജോലി ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. വരുന്ന കരിക്കുകൾ കട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ.
ഇത് 100 ചാപ്പാടുമാണ് പുള്ളിക്ക്. 100 രൂപയും ചാപ്പാടാണ് അപ്പൂപ്പൻ്റെ വേദന. അപ്പോൾ ഞങ്ങളുടെ 16ാമത്തെ വയസ്സിലാണ്ട് ഇവിടെ വന്ന് ചാടിയതാണ്. അങ്ങനെ ഇവർ സുഖമായിട്ട് ജീവിക്കുന്നു. കുരങ്ങടാ ഇവിടെ ഉണ്ട്, എവിടെ ഉണ്ടല്ലോ ഇത് കണ്ടോ? ഒരു ഗ്രാമമാണെന്ന് മനസ്സിലായല്ലോ. കുഞ്ഞു കുരങ്ങന്മാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അപ്പൂപ്പൻ നമ്മുടെ 16 വയസ്സുള്ള ചുറുചുറുക്കുള്ള അപ്പൂപ്പൻ ഒരു കരിക്ക് കട്ട് ചെയ്ത് തന്നു. ഇനി അതും കൂടെ കട്ട് ചെയ്യുക. ഓക്കെ, കട്ട് പോട്. ഇത്രയും വയസ്സായെങ്കിൽ ഇതൊക്കെ നല്ല ആരോഗ്യ കാര്യം. ഇത്രയും കുന്നും മലയൊക്കെ കയറി ഒരു അസുഖം പോലും കാണത്തില്ല. ഒരു കൊളസ്ട്രോൾ ആവട്ടെ, ഷുഗർ ആവട്ടെ, ഒരു പ്രശ്നമില്ല. നല്ല പയർ പോലെ നിൽക്കുവാണ്. അപ്പോൾ ഇതാണ് മലയും കുന്നും കയറുന്നവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. ഞാനൊക്കെ ഇപ്പോഴേക്ക് ഇറക്കുക. ആരോഗ്യമില്ലടേ കണ്ടോ? നല്ല കൈയൊക്കെ നല്ല ബലിഷ്ടമായ കൈകളാട്ടോ. അപ്പോൾ ഇത് അപ്പോൾ ഇങ്ങനെ ഭക്തർ കൊണ്ടു കൊടുക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ കട്ടി കൊടുക്കും. ഈ വെള്ളമാണ് നമ്മൾ ദീപം കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ സ്വാമി, പോട്ടെ. കൊടുക്കാനാണ് പറയുന്നത്. വാ. അപ്പോൾ അങ്ങനെ അപ്പൂവൻ നിൽക്കട്ടെ. അപ്പൂവൻ എൻ്റെ പുറകെ വരികയാണ്. അമ്മ എന്നാ അപ്പോൾ പിടിച്ചോ. അപ്പോൾ ഇത് എന്താ വിളക്കിൽ പോടണം അല്ലേ? ശരി. അപ്പോൾ ശിവാണനും നമ്മുടെ സുഭദ്ര ചേച്ചിയും കൂടെ പോവുകയാണ്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. ഇതിട്ട് അടിക്കണം. അടിച്ചകത്ത് കയറാകത്തുള്ളൂ. അത് അടിച്ചിട്ട് ഞാൻ കയറാൻ പോകാന്നുള്ള സംഭവത്തെ നമ്മളെ അറിയിക്കണം. ഓക്കെ, സൂപ്പർ. അപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ കൊട്ടി അകത്ത് കയറാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ താത്ത് വെച്ച് അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, എണ്ണയൊന്നുമല്ല, ഇതെല്ലാം ദീപങ്ങൾ കത്തിച്ചിരിക്കുന്നത് ഈ കരിക്കിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ എണ്ണ എന്നൊരു സാധനം കയറ്റത്തില്ല. എണ്ണ ഉണ്ടെങ്കിൽ ഇവിടുന്ന് പുറത്താക്കി കളയും. അത്രയും വലിയ സ്ട്രിക്റ്റാണ് ഈ ക്ഷേത്രം. അത് ഫുള്ള് കരിക്ക് വെച്ച് ഉപയോഗിച്ചേക്കുന്നതാണ്. இந்த இளநீர் இந்த വിളക്കിൽ പോടണം. വിളക്കെല്ലാം കത്തുവോ? എന്തമാതിരി കത്തും അല്ലേ? കത്ത്. എല്ലാത്തിനും അമ്മയ്ക്ക് ഏന്ന് മാത്രമേ ഉള്ളൂ പാവം. അപ്പം കുഴപ്പമില്ല. അപ്പം അങ്ങോട്ട് കയറട്ടെ. അപ്പം ഈ വിളക്കിനകത്തുള്ള ഈ കണ്ടല്ലോ, ഇത് മായമല്ല കേട്ടോ. വേണമെങ്കിൽ കുടിച്ച് കാണിക്കാം. ഒന്നാന്തര സാധനമാണ്. അപ്പം ഞാൻ ഇതുകൊണ്ട് അമ്മ ഫ്രണ്ടിൽ പോ, ഫ്രണ്ടിൽ പോ അമ്മ. സുധരാമ ഇങ്ങ് പോ. അപ്പം ഞാൻ ഫ്രണ്ടിലോട്ട് കയറട്ടെ. സ്വാമി പറട്ടെ. അയ്യോ ഇത് ഭയങ്കര, ഇതിൻ്റെ അമ്മോ ഇത് ഭയങ്കര ഗുഹയാണല്ലോ ഇത്. ഇതിനകത്ത് എണ്ണയൊന്നുമില്ല അല്ലേ? നോക്കിയോ, ഇതിനകത്ത് എണ്ണയില്ല, ഓയിലൊന്നുമില്ല. ഒരു തുണി മാത്രമാണ്, വെറും തുണി മാത്രമാണ്. തുണി ഇതുണ്ട്, വെറും ചട്ടി മാത്രം. ഇതിനകത്തോട്ടാണ് ഇവരിനിപ്പം ഇത് ഒഴിക്കാൻ പോകുന്നത്. ഒഴിക്കമ്മ. ഇത് കള്ളത്തിലാണോ ഇല്ലെന്ന് ഇപ്പോൾ പൊളിച്ചെടുക്കാം. കാര്യം അവിടെ വെക്കാനോ? അവിടെ വെച്ചു. അപ്പോൾ അവിടെ വെക്കാൻ സ്വാമി ഭയങ്കര സ്ട്രിക്റ്റാണ്. ശിവണ്ണ സ്ട്രിക്റ്റ് ആക്കരുതില്ല കേട്ടോ. ഒരു പാകപ്പഴം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, പോട്. അപ്പോൾ അങ്ങനെ ഇളനീര് ഒഴിക്കാൻ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. കണ്ടോ, വെറും ഇളനീര് കൊണ്ട് വിളക്ക് കത്തിക്കുന്ന അത്ഭുത കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ഇതെല്ലാം നമ്മുടെ സുഭദ്രാമ്മയുടെ തലയിൽ നിന്ന് ഉദിച്ച ബുദ്ധിയാണ്. ഇതൊഴിച്ചോ, ഒഴിച്ചോ, പോട്. ഓക്കെ, അങ്ങനെ നിറച്ച് ഇളനീരൊഴിച്ച് 2 ഇളനീരൊഴിച്ചപ്പോൾ അത് ഞാൻ പകുതിയോളം വന്നു കണ്ടാ. അപ്പോൾ സംഭവം ഇത് ഏകദേശം പകുതിയോളം വന്നിട്ടുണ്ട്. ഇനി ഇത് കത്തുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. ഓക്കെ ശിവണ്ണ, ലൈറ്റ് പോട്. അപ്പോൾ നോക്കിയോ, മായല്ല, മന്ത്രമല്ല, ഇത് നമ്മുടെ സുഭദ്രാമ്മയുടെ തലയിൽ ഉദിച്ച ഗംഭീര ആശയമാണ്. അപ്പോൾ ഇതെന്തായാലും ഹിറ്റാവും ഇത് കേട്ടോ. ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റും. ഇതെല്ലാം ഈശ്വരൻ്റെ കടാക്ഷം. കണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കത്തി ലൈറ്റ് പോട്. അങ്ങോട്ട് പോകണോ പറയുന്നത്? അപ്പോൾ ഞാൻ അമ്മയെ ഇവിടെ തന്നെയാക്കട്ടെ. ഇത് അകത്ത് കയറാൻ വലിയ പാടാട്ടോ. അയ്യോ നമ്മച്ച് കുനിഞ്ഞു വേണം കയറാൻ വേണ്ടി. തല അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ ഇടിച്ചു തന്നെ. മേളിൽ നല്ല പാറ കേട്ടോ. റോക്ക് തന്നെ സ്വാമി, മേളിൽ റോക്കാണോ പാറയാണോ? പാറ. അപ്പോൾ ഇത് ഉള്ളിൽ വന്നിട്ട് നൂറിന് സ്വാമിയുടെ അവിടെ കൊണ്ടുവച്ചിട്ട് ഈ വിളക്ക് കത്തിക്കാൻ പോവുകയാണ്. ഈ കാണുന്നതെല്ലാം, ഈ ചുറ്റും കാണുന്നതെല്ലാം ഈ ഇളനീര് വെച്ച് കത്തിച്ചതാണെന്ന് പറയുന്നത് കേട്ടോ. എണ്ണയുണ്ടോ എന്നും നമുക്കറിയത്തില്ല. നമ്മൾ വരുമ്പോൾ തീപ്പെട്ടി അപ്പോൾ അങ്ങനെ തീപ്പെട്ടി വെച്ച് ഇത് കത്തിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വിളക്ക് കത്തിക്കാൻ പോകുന്ന അത്ഭുത കാഴ്ചയാണ് പ്രേക്ഷകരെ കാണുന്നത്. ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് വന്നൊരു കാര്യമുണ്ട് കേട്ടോ. അണ്ണൻ്റെ ബുദ്ധി കൊള്ളാം. നേരത്തെ എണ്ണമെല്ലാം
പറ്റിച്ച് വെച്ചോന്ന് അറിയത്തില്ല കേട്ടോ. ഉണ്ട് ഇളനീര് എൻ്റെ തലയ്ക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇളനീര് ഒഴിക്കുമ്പോൾ ആനി കത്തുന്നുമുണ്ട് കേട്ടോ. എന്ത് മന്ത്രമാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് എല്ലാം മന്ത്രമാണോ മാജിക്കാണോ ഒരു പിടിയില്ല. സംഭവം അത് കത്തി. ശിവണ്ണ, ഇത് നിജം തന്നെ? ഓയിലല്ലേ? ഓയിലാണോ അതോ ഇളനീർ തന്നെ? ഇളനീരാണെന്നാ പറയുന്നത്. അപ്പൊ ഇത് ഞാൻ കോഴി ഒഴിക്കട്ടെ. അപ്പൊ ഇത് ഇളനീര് ഞാൻ കോരി ഒഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും കത്തുകയാണ്. സംഭവം കത്തിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ സംഭവം കത്തിക്കൊണ്ടിരിക്കുവാണെന്ന് പറയുന്നത്. അണയുന്നുണ്ടല്ലോ സംഭവം. ഇത് സംഭവം ചീറ്റി പോയോ ശിവണ്ണ? സംഭവം ചീറ്റി പോയോ? അണയുന്ന് എന്താ പറഞ്ഞ? ഊതി കത്തി കത്തുന്നോ? ആ കത്തുന്നുണ്ട്. കത്തുന്നു. അപ്പൊ ഇത് കത്തിയപ്പോ ശിവന്റെ മുതൽ ചിരി കേട്ടോ. ചീറ്റി പോകുന്നൊരു പേടി ഉണ്ടായിരുന്നു. സംഭവം നല്ല ചൂടുണ്ട് കേട്ടോ. പൊള്ളുന്ന ചൂടാണ്. അകത്ത് വേർത്ത് കുളിച്ചിരിക്കുവാണ്. അപ്പൊ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി മയിലുകൾ താണ്ടി ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ടല്ലോ, ഇതിനകത്ത് അധികം നിൽക്കാൻ ഒക്കത്തില്ല. ഇത് ശിവണ്ണന്റെ മാത്രം ലോകമാണ്. നമ്മളൊക്കെ കത്തി കരിഞ്ഞു. അത്രയും നല്ല ചൂടാണ് ഇതിനകത്ത്. ഇപ്പൊ എന്തായാലും ഇളനീര് വെച്ച് വിളക്ക് കത്തിക്കുന്ന അത്ഭുത കാഴ്ച ഉണ്ട്. വെളി പോട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ വെളിയിലോട്ട് പോവുകയാണ്. പൂജ പണം ശിവണ്ണ. ഓക്കെ, സൂപ്പർ. അപ്പൊ അണ്ണന് സൂപ്പർ കൊട്ട്. ഞാനൊരു കൊട്ട് കൊട്ടുകട്ടെ. അങ്ങനെ എന്താ എങ്ങനെ കൊട്ടുന്നേ? അങ്ങനെ മതി മതി മതി. ഇന്ന് അപ്പൂവൻ അടി സ്പെഷ്യൽ ഇത് ഫ്രീ. മതി 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 ഇഷ്ടപ്പെട്ടു. അപ്പോൾ അപ്പൂവ സൂപ്പർ തുള്ളൽ. ഓക്കെ, ഇപ്പോൾ 100 രൂപ കൂടുതൽ മേടിച്ചോണം കേട്ടോ. അപ്പോൾ വയ്യാങ്കിലും തുള്ളിയേ. അപ്പോൾ എൻ്റെ കട്ട ഇളവിയിരിക്കുക. പോട്ട് എന്തായാലും ജീവിതമാർഗ്ഗത്തിലുള്ള ഓരോ പരിപാടികൾ നമ്മൾ ആരും പരിഹസിക്കുന്നില്ല. ഇതൊക്കെ ഓരോരുത്തർ വിശ്വാസമാണ് അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ആ രീതി തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഈ ഉൾഗ്രാമത്തിൽ ഇങ്ങനെ വിശ്വാസങ്ങളുണ്ട്. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇത് ചിരിക്കേണ്ട കാര്യമല്ല. ഇവരുടെ വിശ്വാസമാണ്, ഈ ഗ്രാമത്തിൻ്റെ വിശ്വാസമാണ്, ഈ അമ്മയുടെ വിശ്വാസമാണ്, ഈ അപ്പൂപ്പൻ്റെ വിശ്വാസമാണ്. അങ്ങനെ എല്ലാവർക്കും ഓരോ വിശ്വാസമുണ്ട്. വിശ്വാസം നന്മയിലേക്ക് നയിക്കുന്നതായിരിക്കണം അല്ലേ? ഒരിക്കലും തിന്മയിലേക്ക് നയിക്കുന്നതായിരിക്കരുത്. ഗുണമാവണം, ദോഷമാവാൻ പാടില്ല. എന്തായാലും ഈ ഗ്രാമത്തിലെ ഈ നൂറുമന്ത് സ്വാമി എന്ന് പറയുന്ന ആ സങ്കല്പം ഉൾക്കൊള്ളുന്ന ഈ ഗ്രാമത്തിലെ വിശ്വാസം എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു കിടികിടക്കൻ എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാനെത്തും. അതുവരേക്കും പോട് പോട് പോട്.